കേരളത്തിലെത്തുന്ന അതിഥി തൊഴിലാളികളിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള ഭീകരരുണ്ടെന്ന വ്യാപക പ്രചാരണം സമൂഹത്തിൽ ഭയം പടർത്തിക്കൊണ്ടിരിക്കുകയാണ്. പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ വീണ്ടും അതിഥി തൊഴിലാളികൾ തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് അതിഥി ഭീകരരെ കരുതിയിരിക്കണം എന്ന പ്രചാരണം സജീവമാകുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത തൊഴിൽ വിഭാഗമായിരിക്കുന്നു അതിഥി തൊഴിലാളികൾ. ഏപ്രിലിൽ ബംഗാൾ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ ജന്മനാടുകളിലേക്ക് പോയപ്പോൾ നമ്മുടെ നിർമ്മാണ വാണിജ്യ തൊഴിലിടങ്ങളിലുണ്ടായ സ്തംഭനാവസ്ഥ നാം കണ്ടതാണ്. ലഹരി കുറ്റകൃത്യ കേസുകളിൽ അതിഥി തൊഴിലാളികൾ കൂടുതലായി ഇടം പിടിക്കുന്നുണ്ടെങ്കിലും മതവംശീയ പ്രചാരണങ്ങൾക്കായി ഇവരെ പ്രതിക്കൂട്ടിലാക്കി സമൂഹത്തിൽ ഭയം വിതയ്ക്കുന്നത് ശരിയല്ല. ഈ സാഹചര്യത്തിൽ സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുകയാണ് അവരെ അതിഥി ഭീകരാക്കുന്നത് എന്തിനാണ്. കേരളത്തിലെ തൊഴിൽ മേഖലയുടെ നെടും തൂണായി മാറിയ അതിഥി തൊഴിലാളികളുടെ എണ്ണം സംസ്ഥാനത്ത് 31 ലക്ഷം മുതൽ 34 ലക്ഷം വരെ എത്തിയതായി ഏറ്റവും പുതിയ സാമ്പത്തിക അവലോകന റിപ്പോർട്ടുകളും സംസ്ഥാന പ്ലാനിംഗ് ബോർഡിന്റെ പഠനങ്ങളും വ്യക്തമാക്കുന്നു. തൊഴിൽ വകുപ്പിന്റെ ഔദ്യോഗിക രജിസ്ട്രേഷൻ കണക്കുകൾ പ്രകാരം കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ എത്തുന്നത് പശ്ചിമ ബംഗാളിൽ നിന്നാണ്. ആകെ തൊഴിലാളികളിൽ 40% പേരും ബംഗാൾ സ്വദേശികളാണ്. എണ്ണത്തിൽ 2ാം സ്ഥാനത്ത് അസമും 3ാം സ്ഥാനത്ത് ഒഡീഷയുമാണുള്ളത്. ഇതിനു പുറമെ ബീഹാർ, ജാർഖണ്ഡ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വലിയൊരു വിഭാഗം ആളുകളും കേരളത്തിൽ തൊഴിലെടുക്കുന്നുണ്ട്. രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ലഭിക്കുന്ന ഉയർന്ന വേതനവും മികച്ച ജീവിത സാഹചര്യങ്ങളുമാണ് കേരളത്തിലെ വിവിധ അസംഘടിത മേഖലകളിലേക്ക് ഈ തൊഴിലാളികളെ ആകർഷിക്കുന്നത്. ഏപ്രിൽ മാസമാണ് പശ്ചിമ ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിഥി തൊഴിലാളികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് പോയത്. SIR സംബന്ധിച്ച ആശങ്കകൾ അതിന്റെ പ്രധാന കാരണമായിരുന്നു. പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ 5.5 വർഷമായി പശ്ചിമ ബംഗാൾ സ്വദേശിയാണെന്ന് വ്യാജേന കഴിഞ്ഞിരുന്ന ജുവൽ കിങ്ങിന്റെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇയാൾക്ക് ജോലി നൽകിയിരുന്ന ഒരു പ്രാദേശിക കോൺട്രാക്ടർ ശ്രദ്ധിച്ചതോടെയാണ് സംഭവത്തിന്റെ തുടക്കം. ബംഗ്ലാദേശ് പതാകയുടെയും പാർലമെന്റിന്റെയും പശ്ചാത്തലത്തിൽ ഒരു AK-47 തോക്കേന്തി നിൽക്കുന്ന സ്വന്തം ചിത്രമാണ് ഇയാൾ സ്റ്റാറ്റസ് ആക്കിയിരുന്നത്. ഒപ്പം ഐ ലവ് ബംഗ്ലാദേശ് എന്ന വാചകവും. അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുന്നതിനെതിരെയുള്ള സന്ദേശങ്ങളും അതിലുണ്ടായിരുന്നു. ഈ സംഭവത്തിന് പിന്നാലെ കേരളത്തിലെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് നടത്തിയ അന്വേഷണത്തിൽ നിരവധി ബംഗ്ലാദേശികൾ വ്യാജരേഖകളുമായി കേരളത്തിൽ കഴിയുന്നതായി കണ്ടെത്തി. കരുനാഗപ്പള്ളി പോലെയുള്ള സ്ഥലങ്ങളിലെ ചില അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും മറ്റും ഒറിജിനലിനെ വെല്ലുന്ന വ്യാജ ആധാർ കാർഡുകൾ ഇവർ നിർമ്മിച്ചെടുക്കുന്നതായും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. കേരളത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നവർ ബംഗാളികളല്ല, ബംഗ്ലാദേശികളാണ് എന്ന ക്യാമ്പയിൻ തുടങ്ങിയത് BJP സംഘപരിവാർ ഹാൻഡിലുകളാണ്. അവരുടെ പ്രസിദ്ധീകരണങ്ങളിലും പത്രത്തിലും കുറച്ചു നാളുകളായി ഇതേ പ്രചാരണവും മുഖപ്രസംഗവും വന്നു കഴിഞ്ഞു. അവർ ഉന്നയിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഇതാണ്: ബംഗാളിൽ 6.5 ദശലക്ഷം ബംഗ്ലാദേശി കുടിയേറ്റക്കാരുണ്ട്. ഇവരിൽ വലിയൊരു വിഭാഗം മമതാ ബാനർജിയുടെ ഭരണകാലത്ത് നുഴഞ്ഞു കയറിയവരാണെന്നും ഇവരിൽ നല്ലൊരു ശതമാനം തൃണമൂൽ കോൺഗ്രസിന്റെ വോട്ടർമാരാണെന്നുമാണ് ആരോപണം. SIR വഴി ഇവർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായതാണ് മമതയുടെ പരാജയത്തിന് കാരണമായതത്രേ. പുതിയ BJP സർക്കാർ അധികാരമേറ്റതോടെ അനധികൃത പൗരന്മാരെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കുകയാണ്. എന്നാൽ ബംഗ്ലാദേശിലെ ഭരണകൂടം ബംഗാളിൽ നിന്ന് തിരിച്ചയക്കുന്നവരെ സ്വീകരിക്കാൻ മടിക്കുന്നു. ഇതാണ് ബംഗാളിൽ നിന്ന് കൂടുതൽ ബംഗ്ലാദേശികൾ ഭായിമാരായി കേരളത്തിൽ എത്തിയേക്കാമെന്ന ആശങ്കയ്ക്ക് ഇടയാക്കിയത്. അതിഥി ഭീകര പ്രചാരണം സജീവമായതോടെ ഇവർ താമസിക്കുന്ന ക്യാമ്പുകളെ ഭയാശങ്കയോടെയാണ് പരിസരവാസികൾ കാണുന്നത്. അതിഥി തൊഴിലാളികളിൽ പലരും കുടുംബത്തോടെയാണ് താമസിച്ചു വരുന്നത്. നാടിന്റെ സംസ്കാരത്തിനും സമാധാനത്തിനും അവർ ഭീഷണിയാണ് എന്ന തരത്തിലുള്ള പ്രചാരണവും ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങൾ വഴി ഒരു വിഭാഗം നടത്തിവരുന്നുണ്ട്. സംസ്ഥാനത്ത് അനധികൃതമായി താമസിക്കുന്ന എല്ലാ ബംഗ്ലാദേശി പൗരന്മാരെയും കണ്ടെത്തി ഉടൻ പുറത്താക്കണമെന്ന് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. വ്യാജരേഖകൾ ഉണ്ടാക്കിയാണ് ആസാമികളും ബംഗാളികളും ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇവർ വർഷങ്ങളായി കേരളത്തിൽ താമസിച്ചു വരികയാണെന്ന് സംഘടന ആരോപിക്കുന്നു. ബംഗ്ലാദേശികൾ അതിഥി തൊഴിലാളികൾ എന്ന വ്യാജേന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് വൻതോതിൽ കടന്നുകയറുന്നതായി വിവരമുണ്ടെന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. തലസ്ഥാനത്ത് വ്യാപക പരിശോധന നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാനത്തെ അതിഥി തൊഴിലാളികൾ തങ്ങളുടെ സംസ്ഥാനത്തേക്ക് പണം അയക്കുന്നതിലൂടെ വൻതോതിലുള്ള പണാപഹരണം നടത്തുന്നുവെന്ന ആരോപണം ഉന്നയിച്ചിരുന്നു. 10 വർഷം മുൻപ് 100 കോടി രൂപയ്ക്ക് ഒരു കെട്ടിടം നിർമ്മിച്ചാൽ 40 മുതൽ 50 കോടി വരെ
സംസ്ഥാനത്തിനുള്ളിൽ നിന്നുള്ള തൊഴിലാളികൾക്ക് ലഭിക്കുമായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ അത് തട്ടിയെടുക്കുകയാണെന്നും വി ഡി സതീശൻ ഇതിനുദാഹരണമായി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കെ സതീശന്റെ പഴയ പ്രസ്താവന വീണ്ടും സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമാവുകയാണ്. ഇക്കാര്യം നമുക്ക് പരിശോധിക്കാം. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പ്രധാനമായും ചലിപ്പിക്കുന്നത് പ്രവാസികളും അതിഥി തൊഴിലാളികളുമാണ്. പ്രതിവർഷം കോടിക്കണക്കിന് രൂപയാണ് ഈ രണ്ട് വിഭാഗങ്ങളും തങ്ങളുടെ നാടുകളിലേക്ക് അയക്കുന്നത്. 2023 മാത്രം അതിഥി തൊഴിലാളികൾ കേരളത്തിൽ നിന്ന് അവരുടെ സ്വന്തം സംസ്ഥാനങ്ങളിലേക്ക് അയച്ചത് 43,378 കോടി രൂപയാണെന്ന ഔദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷനും ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റും സംയുക്തമായി തയ്യാറാക്കിയ കേരള മൈഗ്രേഷൻ സർവേ 2023 ഈ നിർണായക വിവരങ്ങളുള്ളത്. പ്രവാസി മലയാളികൾ നാട്ടിലേക്ക് ഒഴുക്കുന്ന വമ്പൻ തുകയുമായി താരതമ്യം ചെയ്യുമ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികൾ അയക്കുന്ന പണം വളരെ കുറവാണെന്ന് മൈഗ്രേഷൻ സർവേ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. 2023 മാത്രം 22 ലക്ഷത്തോളം വരുന്ന പ്രവാസി മലയാളികൾ കേരളത്തിലേക്ക് അയച്ച ആകെ തുക 2,16,893 കോടി രൂപയാണ്. അതായത് ഒരു വർഷം അതിഥി തൊഴിലാളികൾ വഴി കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന തുക. വിദേശത്ത് നിന്ന് സംസ്ഥാനത്തേക്ക് വരുന്ന പ്രവാസി പണത്തിന്റെ ഏകദേശം 20%, അതായത് 1/5 മാത്രമാണ്. ജനസംഖ്യയിൽ വർദ്ധിച്ചു വരുന്ന പ്രായം കൂടിയവരുടെ അനുപാതവും ശാരീരിക അധ്വാനത്തിൽ താല്പര്യമില്ലാത്ത വിദ്യാസമ്പന്നരും ചേർന്ന് സൃഷ്ടിക്കുന്ന തൊഴിൽ വിടവിലേക്കാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ എത്തുന്നത്. അതിനാൽ അതിഥി തൊഴിലാളികൾ പ്രാദേശിക തൊഴിലാളികളുടെ അവസരങ്ങൾ തട്ടിയെടുക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ കുറയുന്നില്ല എന്ന് ഉറപ്പാക്കുക കൂടിയാണ്. കേരളത്തിലെത്തിയിട്ടുള്ള കുടിയേറ്റ തൊഴിലാളികൾ എത്രയുണ്ടെന്നത് സംബന്ധിച്ച് വ്യക്തമായ കണക്കുകൾ ലഭ്യമല്ല. കേരള സർക്കാരിന്റെ അതിഥി പോർട്ടലിൽ 4.2 ലക്ഷം പേർ മാത്രമേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. അതേസമയം കേരളത്തിൽ ഏകദേശം 31 ലക്ഷത്തോളം അതിഥി തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പറയുന്നത്. കൃത്യമായ ഡാറ്റയുടെ ഈ അഭാവം തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിലും അവർക്ക് ക്ഷേമ പദ്ധതികൾ ലഭ്യമാക്കുന്നതിലും സർക്കാരിന് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കൃത്യമായ പരിശോധനയും വിലയിരുത്തലും വിഷയത്തിൽ ആവശ്യമാണ്. പക്ഷേ വംശീയ മത രാഷ്ട്രീയ വിദ്വേഷങ്ങളുടെ ഭാഗമായുള്ള മുതലെടുപ്പിന് അതിഥി തൊഴിലാളികളെ വിട്ടുകൊടുത്തുകൂടാ. ഇതോടുകൂടി ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു.